സ്റ്റാഫ് റൂമിലേക്ക് കയറി വന്ന 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ടോമിനെ ചൂണ്ടിക്കൊണ്ട് ഹെഡ് മാസ്റ്റർ മറ്റ് സാറന്മാരോട് പറഞ്ഞു, കാര്യം ഇവനെൻ്റെ നാട്ടുകാരനൊക്കെയാണ്, ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ പൊട്ടനവൻ, നിങ്ങളിപ്പോൾ നോക്കിക്കോ എന്ന് പറഞ്ഞ സാറ് മേശവലിപ്പിൽ നിന്ന് ഒരു കയ്യിൽ ഒരു 10 രൂപയുടെ മിൽക്കി ബാറും മറ്റേ കയ്യിൽ 1 രൂപയുടെ 2 ചെറിയ ചോക്ലേറ്റുകളും എടുത്തിട്ട് ടോമിനോട് പറഞ്ഞു, ടോമേ നിനക്ക് ഇഷ്ടമുള്ള കയ്യിൽ എടുത്തോളൂ. അവൻ പെട്ടെന്ന് തന്നെ 2 ചെറിയ ചോക്ലേറ്റുകൾ ഇരുന്ന ആ 1 രൂപ വിലയുള്ള 2 എടുത്തുകൊണ്ട് അവൻ പുറത്തേക്ക് പോയി. അപ്പോൾ ഹെഡ് മാസ്റ്റർ പറഞ്ഞു, കണ്ടില്ലേ, ഇവന് എന്തെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ ഇവൻ 10 രൂപയുടെ മിൽക്കി ബാർ എടുക്കുകയല്ലേ, ഇവൻ ഞാൻ എന്നും പരീക്ഷിക്കാറുണ്ട്, പക്ഷേ ഇതുവരെ അവന് ബുദ്ധി ഉദിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഹെഡ് മാസ്റ്റർ പറഞ്ഞു നിർത്തി. കുറേ കഴിഞ്ഞ് അവൻ്റെ ക്ലാസ് ടീച്ചറെ ക്ലാസ്സിൽ വന്നപ്പോൾ അവൻ ടോമിനെ അടുത്ത് വിളിച്ച് സ്നേഹത്തോട് ചോദിച്ചു, മോനെ നീ എന്താ മിൽക്കി ബാർ എടുക്കാത്തത്, നീ എന്താ 1 രൂപയുടെ ചെറിയ 2 ചോക്ലേറ്റുകൾ എടുത്തത്? അപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സാറേ ഞാൻ മിൽക്ക് ബാർ എടുത്താൽ ഇന്നത്തോണ്ട് ഈ ഗെയിം തീരുകയല്ലേ, പിന്നെ സാറിനെ എന്തെങ്കിലും വിളിച്ച് എനിക്ക് 2 രൂപയുടെ ആ ചെറിയ ചോക്ലേറ്റ് തരുമോ? ഇതാണ് എനിക്ക് എന്നും 2 രൂപയുടെ ചോക്ലേറ്റ് കിട്ടുകയല്ലേ, അതെല്ലാം നല്ലത്, മറ്റേ എനിക്ക് ഇന്നത്തോണ്ട് തീർന്നു പോകില്ലേ. പ്രിയപ്പെട്ടവരെ, നോക്കുക, ആർക്കാണ് യഥാർത്ഥ ബുദ്ധി, ആരാണ് യഥാർത്ഥ പൊട്ടൻ? ദൈവം ജ്ഞാനികളിൽ നിന്നും വിവേകികളിൽ നിന്നും ജ്ഞാനം അവരിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ട് ശിശുക്കൾക്ക് കൊടുത്തിരിക്കുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.